ബഡ്ജറ്റ് 2025 ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് ധാരാളം വീഡിയോസ് നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. എന്നാലും ഇനി വരാൻ പോകുന്ന PSC UPSC പരീക്ഷകളിൽ വരാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാര്യം ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ബഡ്ജറ്റ് അനാലിസിസിൽ വന്നിട്ടുള്ള വളരെ വലിയൊരു മാറ്റം. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്റം എന്ന് പറയുമ്പോൾ ഇനി വരാൻ പോകുന്ന തലമുറകളെ പോലും അത് ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. ആ ഒരു മാറ്റത്തിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ബേസിക്കലി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഡെപ്റ്റ് ടു GDP റേഷ്യോ എന്ന് പറയുന്ന എക്കണോമിക്സിലെ ഒരു കോൺസെപ്റ്റിനെ പറ്റിയാണ്. വിശാലമായി നമുക്ക് ചർച്ച ചെയ്യാം. ഏറ്റവും ബേസിക് ലെവൽ മുതൽ അഡ്വാൻസ് ലെവൽ വരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു പോകാം. സിവിൽ സർവീസ് പ്രിലിംസ്, മെയിൻസ്, അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ അടക്കമുള്ള ഡിഗ്രി ലെവൽ PSC പരീക്ഷകൾ, അവിടെയൊക്കെ റാങ്ക് മേക്കിംഗ് ആകാൻ പോകുന്ന ഒരു ഏരിയ ആണിത്. ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഒക്കെ ടെലിഗ്രാമിൽ കൊടുത്തേക്കാം. ടെലിഗ്രാം ഫാമിലിയിലെ അംഗങ്ങളാവുക. ഇത്തരം ക്ലാസ് നോട്ട്സും ഡെയിലി അവിടെ തരുന്ന മോക്ക് ടെസ്റ്റും ഒക്കെ യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ 1 by 1 ആയിട്ട് പഠിക്കാം. ആദ്യമേ നമുക്ക് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്താണ്, ധനക്കമ്മി എന്താണെന്ന് പഠിക്കാം. അതിനുശേഷം ഡെപ്റ്റ് ടു GDP റേഷ്യോ എന്ന് പറയുന്ന രസകരമായ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അതിനെപ്പറ്റി പഠിക്കാം. അതിന്റെ റിലവൻസും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കണം, റാങ്ക് മേക്കിംഗ് നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ഇവിടുന്ന് വരിക. അപ്പൊ എല്ലാവർക്കും ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന ചോദ്യങ്ങളല്ല അത്. ഈ വീഡിയോ പൂർണ്ണമായും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, സോ ബേസിക്കലി ഒരു ബഡ്ജറ്റ് എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഗവൺമെന്റിന്റെ വരവ് ചെലവ് കണക്കുകളാണ്. ഇനി വരാൻ പോകുന്ന വർഷം എന്തൊക്കെ പ്രോജക്റ്റുകളാണ് അവർ കൊണ്ടുവരിക, ഓരോ സെക്ടേഴ്സിൽ എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുക, അതൊക്കെയാണ് ഇത് പറയുന്നത്. അപ്പൊ എപ്പോഴും ഒരു ബഡ്ജറ്റിന്റെ ആരോഗ്യം, ഒരു ബഡ്ജറ്റ് എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് അനലൈസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മുടെ വീട്ടിലെ കണക്ക് നോക്കുകയാണെങ്കിൽ, വീട്ടിലെ ബഡ്ജറ്റ് വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിലും വരവുണ്ട്, ചെലവുണ്ട്. വരവ് എപ്പോഴും ചെലവിനേക്കാൾ കൂടുതലായിരിക്കണം. അതല്ലെങ്കിൽ ഭയങ്കര ചെലവാണ്, പക്ഷെ അതനുസരിച്ചുള്ള ഇൻകം വരവില്ലെങ്കിൽ നമ്മൾ എന്ത് വരും, ഡെഫിസിറ്റിലേക്ക് പോകും. അപ്പൊ ഡെഫിസിറ്റ് അതായത് ധനത്തിന്റെ കമ്മി, വരവും ചെലവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് എത്രത്തോളം കുറച്ച് വെക്കാമോ അത്രത്തോളം കുറച്ച് വെക്കാനേ നമ്മൾ ശ്രമിക്കത്തുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഇപ്പൊ 100 രൂപ വരുമാനമുണ്ട് ദിവസം, നിങ്ങളുടെ ചെലവ് 200 രൂപയാണെങ്കിൽ 100 രൂപ അവിടെ ഡെഫിസിറ്റാ. നിങ്ങൾ ആ 100 രൂപയ്ക്ക് വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും? കടമെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങളുടെ വസ്തു വിൽക്കേണ്ടി വരും, പ്രോപ്പർട്ടീസ് വിൽക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എത്രത്തോളം കുറയ്ക്കാമോ അത്രത്തോളം ആരോഗ്യകരമായിരിക്കും ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം പറയാം, നിങ്ങൾക്ക് ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കണം അല്ലെ? നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 10,000 രൂപയാന്നിരിക്കട്ടെ, പക്ഷെ നിങ്ങളുടെ കയ്യിൽ 8,000 രൂപയേ ഉള്ളൂ. ബാക്കി 2,000 രൂപ അവിടെ ഡെഫിസിറ്റാ. ആ 2,000 കൊണ്ടിട്ട് ഫോൺ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 2,000 രൂപ കടമെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും സാധനം വിൽക്കേണ്ടി വരും. അത് ശരിയായിട്ടുള്ള പ്രവണതയാണോ? ഒരു പ്രുഡൻഷ്യൽ ഫിസ്ക്കൽ ഡിസിഷൻ ആണോ? അത് ഒരിക്കലും അല്ല. അതുകൊണ്ടാണ് പറയുന്നത് ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ധനക്കമ്മി കുറയ്ക്കാനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത്. അപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്താ നമ്മൾ കണ്ടു. ഒരു ഗവൺമെന്റിന്റെ റവന്യൂ, വരവും എക്സ്പെൻഡിച്ചർ, ചെലവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കോമഡി ഉണ്ട്. എന്താ? വരവ്, ഇൻകം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ റവന്യൂ എന്ന് പറയുമ്പോൾ നമുക്കൊരു കടം വാങ്ങിച്ചാലും മതി അല്ലേ? കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഡെഫിസിറ്റ് നമുക്ക് 0 ആക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇൻകം എന്ന് പറയുമ്പോൾ നമ്മൾ പണിയെടുത്തും ഇൻകം കിട്ടും, അല്ലാതെ കടം വാങ്ങിച്ചും ഇൻകം കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത് ഫിസിക്കൽ ഡെഫിസിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റെസിപ്റ്റ് എക്സ്ക്ലൂഡിങ് ബോറോവിങ്സ് എന്നാണ് പറയാ. കടം വാങ്ങിക്കുകയാണെങ്കിൽ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുമല്ലോ, അപ്പൊ അതിനിവിടെ പ്രസക്തി ഇല്ല. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബോറോവിങ്സ് എക്സ്ക്ലൂഡ് ചെയ്യണം, കടം വാങ്ങിക്കുന്ന പരിപാടി എക്സ്ക്ലൂഡ് ചെയ്യണം എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഇത് സ്റ്റേറ്റ്മെന്റിന്റെ വരാം. ഫിസ്ക്കൽ ഡെഫിസിറ്റ് കാൽക്കുലേഷൻ എക്സ്ക്ലൂഡ്സ് ബോറോയിങ്സ്. ധനക്കമ്മി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കടം വാങ്ങിക്കുന്ന പൈസ അതിൽ നിന്ന് കുറയ്ക്കും, അല്ലെങ്കിൽ ഒഴിവാക്കും എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, അത് ലോജിക്കലാണ്. കടം വാങ്ങിക്കുകയാണെങ്കിൽ എല്ലാവരും കടം വാങ്ങിച്ച് സെറ്റ് ആക്കാമല്ലോ അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇതാണ് അതിന്റെ കോൺസെപ്റ്റ്. ഗവൺമെന്റിന് ധനക്കമ്മി ഉണ്ടെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഒരു മനുഷ്യൻ ചെയ്യുന്ന പോലെ നിങ്ങൾ കടം വാങ്ങിക്കും, അല്ലെങ്കിൽ വസ്തു വിൽക്കും, അസറ്റ് വിൽക്കും, അല്ലെങ്കിൽ പൈസ കടം വാങ്ങിക്കും. അപ്പൊ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഫിസ്ക്കൽ സർപ്ലസ് എന്ന് പറയും അല്ലെ?
നല്ല വരുമാനമുണ്ട്, പക്ഷെ ചെലവ് കുറവാണെങ്കിൽ സർപ്ലസ് ആണ്, അധികമായിട്ടുള്ള പൈസകളുണ്ട്. പക്ഷെ പൊതുവെ ഗവൺമെന്റ്സ് ഇങ്ങനെ റൺ ചെയ്യാറില്ല. ഗവൺമെന്റ്സ് എപ്പോഴും മാക്സിമം പൈസ ചെലവാക്കി ജനങ്ങൾക്ക് നന്മ ചെയ്യാനാണ് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ മിക്കവാറുള്ള ഗവൺമെന്റ്, ഫ്രാൻസിലാണെങ്കിൽ പോലും ഫിസിക്കൽ ഡെഫിസിറ്റ് ബഡ്ജറ്റ് ആണ് ഉള്ളത്. ലോകത്തുള്ള ഒരുവിധം ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഇത്തരത്തിലാണ് ബഡ്ജറ്റ് റൺ ചെയ്യുക. കുറച്ച് ഡെഫിസിറ്റ് എല്ലായിടത്തും കാണും. കാര്യം മാക്സിമം പൈസ എക്കണോമിയിലേക്ക് പമ്പ് ചെയ്യുക, ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ഡെഫിസിറ്റ് ബഡ്ജറ്റ് ആണ് പൊതുവെ എല്ലായിടത്തും റൺ ചെയ്യുന്നത്. എക്സെപ്ഷൻസ് ഉണ്ട്, ഇല്ലെന്നല്ല, പൊതുവെ ഉള്ള കേസ് പറഞ്ഞത്. ഇപ്പൊ ഫ്രാൻസിലാണെങ്കിൽ പോലും, അത്രയും ഡെവലപ്ഡ് കൺട്രീസിലാണെങ്കിൽ പോലും ധനക്കമ്മി കുറച്ച് കാണും. പക്ഷേ നമ്മൾ കൺട്രോൾ ചെയ്യണം, ശരിക്കും ടാർഗറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് 2024-25 പീരീഡിൽ നമ്മൾ ധനക്കമ്മി ടാർഗറ്റ് ചെയ്യുന്നത് GDP-യുടെ വെറും 4.8% മാത്രമേ ആകാവുന്ന ടാർഗറ്റ് ഉണ്ട്. ഈസി. ഭയങ്കരമായിട്ട് ഡെഫിസിറ്റ് കൂടുകയാണെങ്കിൽ നമ്മുടെ എക്കോസിസ്റ്റം അല്ലെങ്കിൽ എക്കണോമി, നമ്മുടെ സമ്പദ് വ്യവസ്ഥ, നമ്മുടെ നട്ടല് തകരും. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് നമ്മൾ എപ്പോഴും ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ വെക്കും. നമ്മുടെ ടാർഗറ്റ് എത്ര എന്നുള്ള ചോദ്യം വരും. അത് 4.8% ഓഫ് GDP ആണ്. ഇത് റിവൈസ്ഡ് ടാർഗറ്റ് ആണ്. നേരത്തെ 4.9 ആയിരുന്നു, അതിപ്പോ 4.8 ആക്കി. ഓർത്ത് വെച്ചോണം. അപ്പം 2025-26 വരുമ്പോൾ ഈ ടാർഗറ്റ് 4.4% ആണ്. ഓരോ വർഷം കഴിയുമ്പോഴും നമ്മുടെ ഡെഫിസിറ്റ് കുറച്ച് വന്നുകൊണ്ടിരിക്കണം. അതാണ് കഴിവെന്ന് പറയുന്നത്, അല്ലെ? ചുമ്മാ കടം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതല്ല, കടത്തിന്റെ അളവ് കുറയ്ക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കേണ്ടത്. അപ്പൊ അതിന് ഓരോ വർഷം ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പൊതുവെ നമ്മൾ ബഡ്ജറ്റിന്റെ ഒരു ഹെൽത്ത് മെഷർ ചെയ്യുന്നത് ഫിസിക്കൽ ഡെഫിസിറ്റ് വെച്ചിട്ടാണ്, അല്ലെ? പക്ഷേ ഗവൺമെന്റ് ഇപ്പം പുതിയൊരു അനൗൺസ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഇനി മുതൽ 2026-27 ഫിനാൻഷ്യൽ ഇയർ മുതൽ ഗവൺമെന്റ് ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റിലല്ല ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. അവർ ഫോക്കസ് കൊടുക്കാൻ പോകുന്നത് ഡെപ്റ്റ് ടു GDP റേഷ്യോയിലാണ്. ഇത് വലിയൊരു മാറ്റമാണ്. ഇതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ അടുത്ത 100 വർഷത്തേക്ക് ഇന്ത്യൻ എക്കണോമിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതായത് നേരത്തെ ഫിസിക്കൽ ഡെഫിസിറ്റ് വെച്ചിട്ടാണ് ഒരു ബഡ്ജറ്റിന്റെ ആരോഗ്യം അല്ലെങ്കിൽ അതിന്റെ സ്റ്റെബിലിറ്റി നമ്മൾ മെഷർ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി മുതൽ ഡെപ്റ്റ് ടു GDP റേഷ്യോ എന്നൊരു കോൺസെപ്റ്റിലാണ്. ഇത് 2026-27 മുതലായിരിക്കും പ്രാബല്യത്തിൽ വരിക. അപ്പൊ എന്താണ് ഡെറ്റ് ടു GDP റേഷ്യോ? നമ്മൾ നേരത്തെ കണ്ടു, ഫിസിക്കൽ ഡെഫിസിറ്റ് വരുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റ് എന്താ ചെയ്യുക? 2 മാർഗ്ഗങ്ങൾ. ഒന്നുകിൽ അസറ്റ് വിൽക്കണം, അതല്ലെങ്കിൽ കടം വാങ്ങിക്കണം. ഈ കടം വാങ്ങിക്കുമല്ലോ, ആ കടം വാങ്ങിക്കുന്ന എമൗണ്ട് ടോട്ടൽ GDP-യുടെ എത്ര ശതമാനമാണ് എന്നുള്ളതാണ് ഡെപ്റ്റ് ടു GDP റേഷ്യോ. അത് നമ്മൾ വിശാലം ഇവിടെ താഴെ കാണും. ജസ്റ്റ് ഇപ്പം കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം കേട്ടിരുന്നാൽ മതി. സോ ഗവൺമെന്റിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 2031 മാർച്ച് 31 മുമ്പായിട്ട് ഡെപ്റ്റ് ടു GDP റേഷ്യോ 50% ആക്കുക എന്നുള്ളതാണ്. +1 - 1 ചെറിയൊരു റേഞ്ച് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ചോദിക്കും, ഗവൺമെന്റ് ഡെപ്റ്റ് ടു GDP റേഷ്യോ ടാർഗറ്റ് എത്രയാണെന്ന് ചോദിക്കും. ബിക്കോസ് ഈ പോയിന്റ് ഓൾറെഡി സിവിൽ സർവീസസ് പ്രിലിംസിന് വന്നിട്ടുണ്ട്. നമുക്കറിയാം, പ്രിലിംസിന് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് UPSC ചോദ്യങ്ങൾ PSC-യിലും വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ FRBM ആക്ട് അനുസരിച്ചിട്ട്, അതായത് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് മാനേജ്മെന്റ് ആക്ട് എന്നൊരു ആക്ട് ഉണ്ട്. ആ ആക്ട് അനുസരിച്ച് സെൻട്രൽ ഗവൺമെന്റ് ഡെപ്റ്റ്, അതായത് കേന്ദ്ര സർക്കാരിന്റെ ഡെറ്റ് ടു GDP റേഷ്യോ 40%, സ്റ്റേറ്റ് ഗവൺമെന്റിന് 20%, ഇവരുടെ കമ്പൈൻഡ് ആയിട്ട് കൂട്ടുമ്പോഴത്തേക്ക് 40, 20, എത്ര 60, ഇത്രയാണ് ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ ഒരു വൈരുദ്ധ്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇവിടെ ഗവൺമെന്റ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് 50% +1 ആണ്. പക്ഷെ നിയമം FRBM-ന്റെ ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പണ്ട് പാർലമെന്റ് പാസ്സാക്കിയ നിയമം, ഇതിന്റെ ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 60%, 40%, അല്ലെ? അപ്പം നല്ല അന്തരമുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചോണേ, സെൻട്രൽ ഗവൺമെന്റിന്റെ ഡെറ്റ് ടു GDP റേഷ്യോ ടാർഗറ്റ് ആണ് 50 +1 - 1. അത് വിട്ടുപോലെ, ഇത് കമ്പൈൻഡ് ആണ്. ഇത് സിവിൽ സർവീസസിന് ഓൾറെഡി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതും ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട്. കറണ്ട് അഫയേഴ്സിനകത്തുള്ള ഒരു കാര്യമാണ്, അല്ലെ? അപ്പൊ ഇത്രയും സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ കണ്ടു. നമുക്കിനി എന്താണ് ഈ ഡെപ്റ്റ് ടു GDP റേഷ്യോ, അല്ലെങ്കിൽ ഇതിന്റെ പ്രസക്തി എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഡെപ്റ്റ് ടു GDP റേഷ്യോ, ഡെപ്റ്റ് എന്ന് വെച്ചാൽ കടം, ഡെറ്റ് എന്നാണ് ഉച്ചയ്ക്ക്, ഡെറ്റ്, അല്ലെ? കടം. GDP, ടോട്ടൽ കൺട്രീസ് GDP, ഒരു രാജ്യത്തിന് മൊത്തത്തിലുള്ള GDP-യിൽ ആ രാജ്യം എത്രത്തോളം കടം വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ള റേഷ്യോ ആണ്, അല്ലെ? സോ ഡെറ്റ് ടു GDP റേഷ്യോ എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡെറ്റ് ഓഫ് ദ കൺട്രി ഡിവൈഡഡ് ബൈ ടോട്ടൽ GDP ഓഫ് ദ കൺട്രി. ഇത് ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പം
ഒരു ഡെഫിനിഷൻ ചെയ്തിരിക്കും. ഡെറ്റ് ടു ജി ഡി പി റേഷ്യോ മീൻസ് ദ ഷെയർ ഓഫ് കൺട്രീസ് നാഷണൽ ഡെറ്റ് ഇൻ റിലേഷൻ ടു ജി ഡി പി എന്നായിരിക്കും ഒരു സ്റ്റേറ്റ്മെന്റ്. ചിലപ്പോൾ നാഷണൽ ഡെറ്റ് എന്നുള്ളതിന് പറഞ്ഞാൽ സോവറിൻ ഡെറ്റ് എന്നായിരിക്കും കൊടുക്കുക, ചിലപ്പോൾ ഗവൺമെന്റ് ഡെറ്റ് എന്നായിരിക്കും കൊടുക്കുക, ചിലപ്പോൾ പബ്ലിക് ഡെറ്റ് എന്നായിരിക്കും കൊടുക്കുക. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. പബ്ലിക് ഡെറ്റ് ആയിക്കോട്ടെ, ഗവൺമെന്റ് ഡെറ്റ് ആയിക്കോട്ടെ, നാഷണൽ പൊതു കടം എന്നുള്ള മീനിങ് ഇതിനുള്ളൂ. ഇതെല്ലാം ഒരു ഒറ്റ കോൺസെപ്റ്റിനെ പറ്റിയാണ് പറയുന്നത് എന്നുള്ള കാര്യം വിട്ടുപോകല്ല. ഒരൊറ്റ കോൺസെപ്റ്റ് ആണ്. സോ എന്തുകൊണ്ടാണ് ഈ ഫിസിക്കൽ ഡെഫിസിറ്റിനേക്കാൾ ഉപരി ഇപ്പൊ ഗവൺമെന്റ് ഡെറ്റ് ടു ജി ഡി പി റേഷ്യോ എന്നൊരു കോൺസെപ്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നത്? ബിക്കോസ് എൻഡ് ഓഫ് ദി ഡേ കടം കുറച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റെബിലിറ്റി കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഇറ്റ് ഇൻഡിക്കേറ്റ് ഒരു രാജ്യത്തിന് അവൻ കടം വാങ്ങിച്ചിട്ടുള്ള പൈസ തിരിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഒരു 100% ഡെറ്റ് ടു ജി ഡി പി റേഷ്യോ ഉള്ള രാജ്യത്തിനെ സംബന്ധിച്ച് അവരുടെ ജി ഡി പി മൊത്തവും കടമാണ് അല്ലെ. അതുകൊണ്ട് തന്നെ അവന് ഇനി കടം കൊടുത്തിട്ടും കാര്യമില്ല, അവൻ നന്നാവാൻ പോകുന്നില്ല. അപ്പൊ ആ ഒരു ഇൻഡിക്കേഷൻ അവിടെ കൃത്യമായിട്ടുണ്ട്. ഒരു രാജ്യം വാങ്ങിച്ച കടം, ഈ കടം ചിലപ്പം ഈ പറഞ്ഞതുപോലെ എക്സ്റ്റേണൽ ലോൺസ് ആവാം, IMF, വേൾഡ് ബാങ്ക് പോലുള്ള പ്രസ്ഥാനങ്ങൾ ഇത്തരം ലോൺസ്, അതല്ലെങ്കിൽ സ്മോൾ സേവിങ് സ്കീംസ്, പ്രൊവിഡന്റ് ഫണ്ട്, ഇതൊക്കെ പബ്ലിക് ഡെറ്റ് ആണല്ലേ. ഗവൺമെന്റ് അവരുടെ സിറ്റിസൺസിന് തിരിച്ചു കൊടുക്കാൻ ബാധ്യതയുള്ള കടങ്ങളാണ് സ്മോൾ സേവിങ് സ്കീം, പ്രൊവിഡൻസ് ഫണ്ട്, സ്പെഷ്യൽ സെക്യൂരിറ്റീസ് ഒക്കെ. ഇത് പുറം രാജ്യത്തിനോ അല്ലെങ്കിൽ പുറത്തെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ തിരിച്ചു കൊടുക്കാൻ ബാധ്യതയുള്ള ഒരു കടമാണ്. ഇതിന്റെ എല്ലാത്തിൻ്റെ കൾമിനേഷൻ ആണ് ഡെറ്റ് ടു ജി ഡി പി റേഷ്യോ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങളുടെ മനസ്സിലൊന്ന് വെക്കുക. അപ്പോൾ കടം കൊടുത്താൽ തിരിച്ച് കിട്ടും എന്ന് ഉറപ്പുള്ളവനെ മറ്റ് രാജ്യങ്ങൾ കടം കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഇത് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിന്റെ സാമ്പത്തികമായ കെട്ടുറപ്പിന്റെ മികച്ച മാനദണ്ഡങ്ങളിൽ ഒന്നാണ് ആ രാജ്യത്തിന്റെ ഡെറ്റ് ടു ജി ഡി പി റേഷ്യോ. പക്ഷെ ഇതിന് കുറച്ച് ഷോർട്ട് ഫാൾസ് ഉണ്ട്. അങ്ങനെ ഫിസിക്കൽ ഡെഫിസിറ്റ് കുറച്ചുകൂടി ഇമ്മീഡിയറ്റ് മെഷർ ആണ്. ഇത് ലോങ് ടേമിലെ ഇതിന്റെ ബെനിഫിറ്റ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നോമിനൽ ജി ഡി പിയുടെ ഒരു ഗ്രോത്ത് റേറ്റ് അനലൈസ് ചെയ്തിട്ട് മാത്രമേ ഇതിന് കൃത്യമായിട്ട് നമുക്ക് എന്താ പറയാ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു പരിഷ്കാരം ഒരു തുഗ്ലക് പരിഷ്കാരമാണെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇൻ ദ ലോങ് റൺ ഇത് എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ അഭിപ്രായം എന്താ? പഴയ ഫിസിക്കൽ ഡെഫിസിറ്റ് തന്നെയാണോ നല്ലത്, അതോ ഇപ്പോഴത്തെ ഡെറ്റ് ടു ജി ഡി പി റേഷ്യോ എന്ന പുതിയ കോൺസെപ്റ്റ് ആണോ നല്ലത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. അപ്പൊ ഇത്തരം എക്കണോമിക്സിൽ കൂടുതൽ ക്ലാസ്സുകൾ വേണമെങ്കിൽ അത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ പോലുള്ള കോഴ്സുകളുടെ പോലുള്ള എക്സാംസിന്റെ ബാച്ചസ് കോഴ്സസ് റൺ ചെയ്യുന്നുണ്ട്. കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്, ഡെമോ ക്ലാസ്സും കിട്ടുന്നതാണ്. ഓക്കെ, സോ മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ. താങ്ക് യു, ബൈ.